എല്ലാവർക്കും ബിസിനസ് മാനേജ്മെൻറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇമ്പോർട്ടൻസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ബികോം, BBA ആൻഡ് +2 സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെ പഠിക്കാനുള്ള ഒരു ഏരിയയാണ് പ്ലാനിങ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റുകളായിട്ട് കൊടുക്കുക. ഇതിന് മുമ്പത്തെ എല്ലാ വീഡിയോസിൻ്റെയും ലിങ്കുകൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തുണ്ട്. കൂടാതെ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് ടാപ്പ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് അവയെല്ലാം ലഭിക്കുന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് എന്നൊന്ന് ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. പ്ലാനിങ് ഈസ് ദ ബേസിക് എലമെൻറ്റ് റിക്വയർഡ് ഇൻ എവറി ഓർഗനൈസേഷൻ. ഏതൊരു ഓർഗനൈസേഷനിലും ആവശ്യമുള്ള അടിസ്ഥാന ഘടകമാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. വിതൗട്ട് പ്ലാനിങ് ആൻ എൻ്റർപ്രൈസ് കനോട്ട് അച്ചീവ് ഇറ്റ്സ് ഓർഗനൈസേഷണൽ ഗോൾ. ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ നമുക്ക് പ്ലാനിങ് ഇല്ലാതെ പറ്റില്ല. സൗണ്ട് പ്ലാനിങ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ്. ഒരു എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ, കാര്യക്ഷമമായിട്ടുള്ള ഒരു മാനേജ്മെൻറ്റിൻ്റെ അടിത്തറ എന്ന് പറയുന്നതിന് സൗണ്ട് പ്ലാനിങ് ആണ്. അപ്പോൾ നമുക്കതിൻ്റെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് ഏതൊക്കെയാണെന്നുള്ളത് പോയിൻ്റ് വൈസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഫോക്കസസ് അറ്റൻഷൻ ഓൺ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ്. ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സിലേക്കൊരു ശ്രദ്ധ കൊണ്ടുവരുന്നതിന് പ്ലാനിങ് സഹായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിൽ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. ഫോർമുലേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ് ഇസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ പ്ലാനിങ്. പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്പ് നമ്മൾ നേരത്തെയുള്ള ക്ലാസ്സുകൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതിൻ്റെ ലിങ്കുകളെല്ലാം ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്കത് വാച്ച് ചെയ്യാവുന്നതാണ്. നമ്മൾ പ്ലാനിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒബ്ജക്റ്റീവ്സിൻ്റെ ഫോർമുലേഷനാണ്. ദ കോഴ്സ് ഓഫ് ആക്ഷൻ ക്യാൻ ബി ഡിസൈഡഡ് ഓൺ ദ ബേസ് ഓഫ് ഒബ്ജക്റ്റീവ്സ്. എന്നിട്ട് നമ്മൾ എങ്ങനെ പ്രവർത്തിക്കണം, നമ്മുടെ കോഴ്സ് ഓഫ് ആക്ഷൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്ന ഏതിനെ ബേസ് ചെയ്തിട്ടുമാണ്? ആ ഒബ്ജക്റ്റീവ്സിനെ ബേസ് ചെയ്തിട്ടുമാണ്. പ്ലാനിങ് കീപ്സ് എവ്രി വൺ ഇൻഫോംഡ് ഓഫ് ദിസ് ഒബ്ജക്റ്റീവ്സ്. പ്ലാനിങ് നമ്മളെല്ലാവരിലേക്കും എത്തിക്കും അല്ലേ. അപ്പം അന്നേരത്ത് ഈ പ്ലാനിങ് ഇതിനൊക്കെ ബേസ് ചെയ്ത്, ഒബ്ജക്റ്റീവിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഈ പ്ലാനിങ്ങിലൂടെ ഒബ്ജക്റ്റീവ്സിനെ കുറിച്ച് എല്ലാവരിലും ഒരു അറിവ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നു. എല്ലാവരും ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ളതിനെ കുറിച്ച് അവെയർ ആവും എന്നുള്ളതാണ്. എവറി പേഴ്സൺ ക്യാൻ ട്യൂൺ ഹിസ് ആക്ടിവിറ്റി ഓൺ ദി ബേസ് ഓഫ് ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ ആ ഒരു ഒബ്ജക്റ്റീവിനെ ബേസ് ചെയ്തിട്ട് അതിനനുസരിച്ച് ട്യൂൺ ചെയ്ത് വെക്കാൻ സാധിക്കും. സോ ദർ ഈസ് എ ഹാർമണി ഇൻ ദ ആക്ടിവിറ്റീസ് ഓഫ് ദി പീപ്പിൾ ഇൻ ദ ഓർഗനൈസേഷൻ ടു അച്ചീവ് ഓവറോൾ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഓർഗനൈസേഷനിൽ ആളുകൾക്കിടയിലുള്ള പ്രവർത്തനത്തിൽ ഒരു ഐക്യം ഉണ്ടാവും. എല്ലാവരും ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റീവിനനുസരിച്ചാണ് അവനവൻ്റെ ആക്ടിവിറ്റീസ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരുടെ ആക്ടിവിറ്റിയും ഒരേ ഡയറക്ഷനിലേക്ക് പോകും. അപ്പോൾ എല്ലാവരുടെ ആക്ടിവിറ്റീസിലും ഒരു ഹാർമണി ഉണ്ടാവും. ഈ തരത്തിൽ ഒബ്ജക്റ്റീവ്സിന് ഊന്നൽ കൊടുത്തുകൊണ്ടാണ് ഒരു പ്ലാനിങ് ഡെവലപ്പ് ചെയ്ത് പോകുന്നത്, അല്ലെങ്കിൽ ഒരു പ്ലാനിങ് കിടക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഒബ്ജക്റ്റീവ്സിലേക്ക് എല്ലാവരുടെയും ഒരു ശ്രദ്ധ കൊണ്ടുവരുന്നതിന് പ്ലാനിങ്ങിന് സാധിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫസ്റ്റ് ഇമ്പോർട്ടൻസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ദെൻ ടു ഓഫ്സെറ്റ് അൺസർട്ടനിറ്റി. ബിസിനസ് എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഫ്യൂച്ചർ എന്ന് പറയുന്ന അൺസർട്ടൺ ആണ്. അത് ഓഫ്സെറ്റ് ചെയ്യാൻ, അത് ഇല്ലാണ്ടാക്കാൻ നമുക്ക് ഏറെക്കുറെ പ്ലാനിങ് നമ്മെ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. പ്ലാനിങ് ഹെൽപ്സ് മാനേജ്മെൻറ്റ് ടു ഫോർസീ various uncertainties due to changes in technology, taste, fashion and other environmental conditions. ടെക്നോളജി മാറുന്നത് മൂലം ടേസ്റ്റ്, ഫാഷന്, എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ് ഇതിലൊക്കെ മാറ്റം ഉണ്ടാകുന്നത് മൂലം പിന്നെ ഒത്തിരി അൺസർട്ടനിറ്റീസും മാനേജ്മെൻറ്റ് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പം അതെല്ലാം തന്നെ ഫോർസീ ചെയ്യുന്നതിന്, മുൻകൂട്ടി കാണുന്നതിന് ആരെ സഹായിക്കും? പ്ലാനിങ് നമ്മെ സഹായിക്കും. സക്യുലൻ്റ് പ്രൊവിഷൻ ക്യാൻ ബി മെയ്ഡ് ഇൻ പ്ലാൻസ് ടു മീറ്റ് ദീസ് അൺസർട്ടനിറ്റീസ്. സക്യുലൻ്റ് ആയിട്ടുള്ള, അർത്ഥവത്തായിട്ടുള്ള പ്രൊവിഷൻസ് മെയ്ഡ് ചെയ്തുകൊണ്ട്, നടപ്പിലാക്കിക്കൊണ്ട് പ്ലാനുകൾ ഈ പറയുന്ന അൺസർട്ടനിറ്റീസ് മീറ്റ് ചെയ്യാൻ സ്ഥാപനത്തെ പ്രാപ്തമാക്കും. അപ്പം അങ്ങനെ നമുക്ക് അൺസർട്ടനിറ്റീസിനെ, നമ്മുടെ ഫ്യൂച്ചറിലുള്ള അനിശ്ചിതാവസ്ഥയെ ഒരു പരിധിവരെ ഇല്ലാണ്ടാക്കാൻ നമ്മളെ പ്ലാനിങ് സഹായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ദെൻ ഹെൽപ്സ് ഇൻ കോർഡിനേഷൻ. കോർഡിനേഷന് സഹായിക്കുന്നു. Well considered overall plans unify inter-departmental activities to achieve overall objectives. നന്നായിട്ട് റെഡിയാക്കിയിട്ടുള്ള ഒരു ഓവറോൾ പ്ലാനുകൾ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കിടയിലുള്ള ആക്ടിവിറ്റീസിനെല്ലാം തന്നെ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരാൻ സഹായിക്കും. ഒരു മെയിൻ പ്ലാൻ ഉണ്ട്, ആ ഒരു പ്ലാനിനെ ബേസ് ചെയ്തിട്ടാവും പിന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും പ്ലാൻ ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരുമ്പം ഓർഗനൈസേഷൻ്റെ മൊത്തത്തിലുള്ള ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്ന രീതിയിലേക്ക് എല്ലാവരും ഒരുപോലെ അവരവരുടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യും. ദ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക്സ് ഇൻ അക്കൗണ്ട്സ് വിത്ത് ദ ഓവറോൾ പ്ലാൻ. എല്ലാവരും ആ ഓവറോൾ പ്ലാനിനനുസരിച്ചാണ് പ്രവർത്തിക്കുക. അതിന് ഹാർമണി ഈസ് അച്ചീവ്ഡ്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവർക്കിടയിൽ
ഒരു കോർഡിനേഷൻ, ഒരു ഹാർമണി കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അതിന് പ്ലാനിങ് നമ്മെ സഹായിക്കുന്നുണ്ട്. ദെൻ ഫെസിലിറ്റേറ്റ്സ് കൺട്രോൾ. പ്ലാനിങ് ഇല്ലാതെ നമുക്ക് കൺട്രോൾ സാധ്യമല്ല എന്ന് തന്നെ പറയാം. കൺട്രോൾ കനോട്ട് ബി എക്സൈസ്ഡ് വിതൗട്ട് പ്ലാനിങ്. പ്ലാനിങ് ഇല്ലാണ്ട് നമുക്ക് കൺട്രോൾ നടപ്പിലാക്കാൻ സാധ്യമല്ല. ത്രൂ പ്ലാനിങ് മാനേജ്മെൻറ്റ് ഡിസൈഡ്സ് ദ സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ്. പ്ലാനിങ്ങിലൂടെ മാനേജ്മെൻറ്റ് നമ്മുടെ പെർഫോമൻസിലുള്ള സ്റ്റാൻഡേർഡ് എന്താണെന്നുള്ളത് ഡിസൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ അച്ചീവ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ്, നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു സ്റ്റാൻഡേർഡാണ് പ്ലാനിങ്ങിൽ ഡെവലപ്പ് ചെയ്ത് വെക്കുന്നത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദീസ് സ്റ്റാൻഡേർഡ്സ്, ഈ സ്റ്റാൻഡേർഡുകളുടെ സഹായത്തോടു കൂടി കമ്പാരിസൺ ക്യാൻ ബി മെയ്ഡ് വിത്ത് ആക്ച്വൽ. നമുക്ക് ആക്ച്വലായിട്ട് നമുക്ക് പെർഫോമൻസ് പിന്നീട് നടക്കുമല്ലോ. ആക്ച്വൽ പെർഫോമൻസിനെ നമുക്ക് ഈ സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യാവുന്നതാണ്. ഇഫ് ദർ ഈസ് എ ഡിഫറൻസ്, അവിടെ എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ട് എങ്കിൽ പ്രോപ്പർ സ്റ്റെപ്സ് ക്യാൻ ബി ടേക്കൺ ടു കറക്റ്റ് ഇറ്റ്. നമുക്കത് കറക്റ്റ് ചെയ്യുന്നതിന് ആവശ്യമായ നടപടികൾ എടുക്കാവുന്നതാണ്. ഇറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് കൺട്രോൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നമുക്കൊരു കൺട്രോൾ സാധ്യമാവുന്നുണ്ട് അല്ലേ. ഇടയ്ക്കിടയ്ക്ക് നമ്മളിതിങ്ങനെ കമ്പാരിസൺ നടത്തുമ്പോൾ നമുക്ക് ഡീവിയേഷൻ ഉണ്ടോയെന്ന് മനസ്സിലാവും. ഉടനെ നമ്മളത് കറക്റ്റ് ചെയ്യും. നമ്മുടെ പ്രവൃത്തികൾ എപ്പോഴും നമ്മുടെ ഒരു കൺട്രോളിൽ ഇങ്ങനെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അതിനെല്ലാം പ്ലാനിങ് ആണ് നമ്മെ സഹായിക്കുന്നത് എന്നുള്ളതാണ്. ദെൻ പ്ലാനിങ് ബ്രിങ്സ് ഇക്കോണമി ഇൻ ടു ഓപ്പറേഷൻ. പ്ലാനിങ് എന്ത് ചെയ്യും, നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഇക്കോണമി കൊണ്ടുവരും. അതായത് ചിലവ് ചുരുങ്ങിയ രീതിയിൽ, കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പ്ലാനിങ് നമ്മെ സഹായിക്കും. ഇക്കോണമി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് ചിലവ് ചുരുക്കുക എന്നുള്ളതാണ്. പ്ലാനിങ് ഹെൽപ്സ് ടു ആൻറ്റിസിപ്പേറ്റ് ദ മാൻ പവർ റിക്വയർമെൻറ്റ്സ്, റോ മെറ്റീരിയൽസ് എക്സെട്ര. നമുക്ക് വേണ്ട മാൻ പവർ എത്രയാണ്, നമുക്ക് വേണ്ട റോ മെറ്റീരിയൽസ് എത്രയൊക്കെയാണ് എന്നുള്ളതെല്ലാം തന്നെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നതിന്, മുൻകൂട്ടി കാണുന്നതിന് പ്ലാനിങ് നമ്മെ സഹായിക്കുന്നുണ്ട്. Therefore, they can be obtained at the most favorable terms. അപ്പോൾ അത് നമുക്ക് ആദ്യമേ നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്കതെല്ലാം ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഇത്രയാണ് വേണ്ടതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്കത് അത്രയും ക്വാണ്ടിറ്റിയിൽ ഏറ്റവും കുറഞ്ഞ കോസ്റ്റിന് എവിടെ നിന്നൊക്കെ ലഭ്യമാകും എന്നുള്ളതൊക്കെ മുൻകൂറായിട്ട് കണ്ടെത്താനും അതിനനുസരിച്ച് കളക്ട് ചെയ്യാനും നമുക്ക് സാധിക്കും. റിസോഴ്സസ് ക്യാൻ ബി പ്രോപ്പർലി അലോക്കേറ്റഡ്. അതുപോലെ എവിടേക്കൊക്കെയാണ് കൃത്യമായിട്ട് ഇതെല്ലാം തന്നെ വീതിച്ച് കൊടുക്കേണ്ടത്, അലോക്കേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്കറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മളത് കൃത്യമായിട്ട് ചെയ്യും. സോ വേസ്റ്റേജസ് ക്യാൻ ബി അവോയ്ഡ്. അപ്പോൾ ഇതൊക്കെ മുൻകൂറായിട്ട് അറിയുന്നതുകൊണ്ട് തന്നെ, കൃത്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ വേസ്റ്റേജുകൾ വളരെ കുറവായിരിക്കും. ഓൾ ദീസ് ലീഡ്സ് ടു എക്കോണമി ഇൻ ഓപ്പറേഷൻ. ഇതെല്ലാം കൊണ്ട് തന്നെ നമ്മുടെ ഓപ്പറേഷൻ, നമ്മുടെ പ്രവർത്തനം എന്തായിരിക്കും, ചിലവ് കുറഞ്ഞ രീതിയിലാവും എന്നുള്ളതാണ്. അപ്പോൾ പ്ലാനിങ് ബിസിനസ്സിനകത്ത് ഇക്കോണമി കൊണ്ടുവരാൻ സഹായിക്കും, ചിലവ് ചുരുക്കാൻ സഹായിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. ദെൻ എൻഹാൻസസ് എഫിഷ്യൻസി. കാര്യക്ഷമത വർദ്ധിക്കും. പ്ലാനിങ് ഡിറ്റർമിൻസ് ദ വേരിയസ് ആക്ടിവിറ്റീസ് ടു ബി അണ്ടർടേക്കൺ ബൈ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഏറ്റെടുക്കേണ്ട ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്നുള്ളത് പ്ലാനിങ്ങിൽ പറയുന്നുണ്ട്. ദിസ് എൻഹാൻസസ് ദ എഫിഷ്യൻസി ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ചെയ്യേണ്ട വർക്ക് എന്താണെന്ന് നേരത്തെ അറിയുന്നതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും ഒരുങ്ങാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്യുന്നുണ്ട്, എഫിഷ്യൻസി കൂട്ടുന്നുണ്ട്. ഒരു കാര്യം എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ച് ഒരു ധാരണയില്ല, നമ്മൾ എന്തൊക്കെയോ കുറേ ചെയ്യുന്നു, അത് നമ്മുടെ എഫിഷ്യൻസി കുറക്കും. ഇത് കൃത്യമായിട്ട് ഇന്നതാണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമയം മറ്റൊന്നും വേസ്റ്റ് ചെയ്യാതെ അത് ഭംഗിയായിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. നമ്മൾ എന്തൊരു ആക്ടിവിറ്റി ചെയ്യുന്നതിന് മുമ്പും കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് നോക്കിയിട്ട് ചെയ്യുമ്പോൾ നമുക്കതറിയാം. നമ്മളൊട്ടും പ്ലാനിങ് ഇല്ലാണ്ടൊരു കാര്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് മിസ്റ്റേക്സും ഒരുപാട് സമയമൊക്കെ നഷ്ടപ്പെടുന്നതായിട്ട് നമ്മൾ തന്നെ കാണാറുണ്ട്. അതുതന്നെയാണ് ബിസിനസ്സിൻ്റെ കേസിലും സംഭവിക്കുന്നത്. ദെൻ ഹെൽപ്സ് മോട്ടിവേഷന് സഹായിക്കുന്നു എന്നുള്ളതാണ്. അത് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നു. ദ ടാർഗറ്റ്സ് ആർ ഓൾറെഡി ഡിസൈഡഡ് ആൻഡ് ഇറ്റ് ഈസ് കമ്മ്യൂണിക്കേറ്റഡ് ടു വർക്കേഴ്സ്. എന്താണ് നമ്മുടെ ലക്ഷ്യം, നമ്മൾ എവിടേക്കാണ് എത്തേണ്ടതെന്ന് നമ്മൾ നേരത്തെ ഡിസൈഡ് ചെയ്യുന്നു, അത് നമ്മുടെ വർക്കേഴ്സിലേക്ക് നമുക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നതാണ് ചെയ്യേണ്ടതെന്ന് അറിയുമ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ തോന്നും. സാധാരണഗതിയിൽ വർക്ക് ചെയ്യുമെന്ന് പറയുന്നു, എന്തെവിടെ ചെയ്യണമെന്ന് അറിയാത്തപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ലേസിയായി മാറും അല്ലേ. അതേ സമയത്ത് ഇന്നതിലേക്കാണ് നമ്മൾ എത്തേണ്ടതെന്ന് അറിയുമ്പം അതിനനുസരിച്ച് ഓരോരുത്തരും അവരുടെ മൈൻഡ് സെറ്റ് മാറ്റും, എല്ലാവരും നന്നായിട്ട് വർക്ക് ചെയ്യും. സോ ദ മാനേജേഴ്സ് ക്യാൻ എൻകറേജ് ദം ടു അറ്റൈൻ ടാർഗറ്റ്സ്. അപ്പോൾ ടാർഗറ്റ് ആദ്യമേ ഉള്ളതുകൊണ്ട് തന്നെ മാനേജേഴ്സിന് വർക്കേഴ്സിന് ആ ടാർഗറ്റ് അറ്റൈൻ ചെയ്യുന്ന രീതിയിൽ അവരെ പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കും. അങ്ങനെ അത് മോട്ടിവേഷൻ കൊണ്ടുവരും ഓർഗനൈസേഷൻ എന്നാണ് പറയുന്നത്. ദെൻ ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ്. പ്ലാനിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. എക്സ്പെൻസീവ്, ചിലവ് കൂടുതലാണ്. പ്ലാനിങ് ഈസ് എ ടൈം കൺസ്യൂമിങ് ആൻഡ് എക്സ്പെൻസീവ് പ്രോസസ്സ്. പ്ലാനിങ് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളതാണ്, എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോസസ്സാണ്. കാരണം ഒത്തിരി സമയമെടുത്ത് നമ്മളത് ആലോചിച്ച് കണ്ടുപിടിക്കേണ്ടതുണ്ട്.
പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സുകൾ നമ്മൾ നേരത്തെ ഉള്ള ക്ലാസ്സിൽ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ. പ്രിമൈസസ് പ്ലാനിങ്, പ്രിമൈസസ് വേണം, ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യണം, അങ്ങനെ കുറേ സമയമെടുത്ത് കുറേ ആളുകൾ ഇതിൽ എൻഗേജ് ചെയ്യിക്കണം ആദ്യം. അപ്പം ടൈം കൺസ്യൂമിംഗ് ആണ്, എക്സ്പെൻസീവ് ആണ്. സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസ് ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു മേക്ക് കോംപ്രിഹെൻസീവ് പ്ലാൻസ്. അതുകൊണ്ട് തന്നെ ചെറിയതും മീഡിയം ആയിട്ടുള്ള എൻ്റർപ്രൈസുകളെ സംബന്ധിച്ചിടത്തോളം വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള വിപുലമായ പ്ലാനുകൾ തയ്യാറാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ടാണ്. കാരണം അത് ഒരുപാട് പണം അതിന് സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട്, അതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളെ വെച്ചിട്ട് അത് ചെയ്യേണ്ടതുണ്ട്, അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസിനെ സംബന്ധിച്ചിടത്തോളം ഇത് താങ്ങുന്ന ഒരു പരിപാടിയല്ല. എ ലോട്ട് ഓഫ് മണി ഈസ് ടു ബി സ്പെൻഡ് ഫോർ കളക്ഷൻ, അനാലിസിസ് ആൻഡ് എഡിറ്റിംഗ് ഓഫ് ഡാറ്റ. നമുക്ക് ഫ്യൂച്ചറിൻ്റെ കുറച്ച് അസംഷൻ വേണം അല്ലേ, പ്രിമൈസസ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യണം, അനാലിസിസ് നടത്തണം, എഡിറ്റ് ചെയ്യണം. ഇതിനൊക്കെ ഒത്തിരി പണം സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട്. സ്പെഷ്യലൈസ്ഡ് സ്റ്റാഫ് ആർ നെസസറി. അതിൽ എക്സ്പേർട്ടുകളായിട്ടുള്ള ആളുകൾ വേണ്ടി വരും, അവർക്ക് സാലറി കൊടുക്കണം. അങ്ങനെയുള്ളതൊക്കെ വരുമ്പോൾ നമുക്കത് വളരെ എക്സ്പെൻസീവ് ആവും എന്നാണ് പറയുന്നത്. ദെൻ ലാക്ക് ഓഫ് റിലയബിൾ ഡാറ്റ. വിശ്വാസയോഗ്യമായ ഡാറ്റയുടെ അഭാവം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു പ്രൊക്യൂർ റിലയബിൾ ഡാറ്റ. ഡാറ്റ നേരത്തെ കളക്ട് ചെയ്ത് അതിൻ്റെ ബേസിസിലാണ് പ്രിമൈസസ് ഉണ്ടാക്കുന്നത്, അസംഷനിലെത്തുന്നത് പറഞ്ഞു. അപ്പോൾ വിശ്വാസയോഗ്യമായ ഡാറ്റ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി പ്രയാസമാണ്. ആബ്സെൻസ് ഓഫ് അക്യുറേറ്റ് ഡാറ്റ വിൽ അപ്സെറ്റ് ദ പ്ലാൻ. അപ്പം അക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റ ഇല്ലെങ്കിൽ പിന്നെ എന്ത് ശരിയാവണമെന്നില്ല, പ്ലാനിങ് ശരിയാവണമെന്നില്ല. അപ്പോൾ അത് കറക്റ്റായിട്ട് പോകണമെന്നില്ല, പ്ലാനിങ്ങിന് അത് നശിപ്പിച്ചു എന്ന് വരാം. ദെൻ ടൈം കൺസ്യൂമിങ്, ഒത്തിരി സമയം എടുക്കുന്നുണ്ട്. ഇറ്റ് വിൽ ടേക്ക് എ ലോട്ട് ഓഫ് ടൈം ടു ഡിഫൈൻ ഒബ്ജക്റ്റീവ്സ് ഫോർ കളക്റ്റിംഗ്, അനലൈസിങ് ആൻഡ് എഡിറ്റിംഗ് ഡാറ്റ. നമ്മൾ ഒബ്ജക്റ്റീവ് ഡിഫൈൻ ചെയ്യണം, ഡാറ്റ കളക്ട് ചെയ്യണം, അനലൈസ് ചെയ്യണം, എഡിറ്റ് ചെയ്യണം. ഇതിനൊക്കെ ഒത്തിരി സമയം എടുക്കുന്നുണ്ട്. എ നമ്പർ ഓഫ് സ്റ്റെപ്സ് ആർ റിക്വയർഡ് ടു കംപ്ലീറ്റ് പ്ലാനിങ് പ്രോസസ്സ്. ആ ഒരു പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഒത്തിരി സ്റ്റെപ്പിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതുണ്ട്. സോ എ ലോട്ട് ഓഫ് ടൈം മേ ബി ടേക്കൺ. അപ്പോൾ ഒത്തിരി സമയം നമുക്ക് എടുക്കേണ്ടി വന്നേക്കാം. അപ്പം വളരെ പെട്ടെന്ന് നമുക്കൊരു തീരുമാനം എടുക്കേണ്ട ഒരു കാര്യത്തിൽ ഓക്കെ നമുക്ക് പ്ലാനിങ് ഒക്കെ റെഡി ആയിട്ട് ആ ഒരു ആക്ടിവിറ്റി ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ ആവണമെന്നില്ല. റെസ്ട്രിക്റ്റ് ഇനീസിയേഷൻ, മുൻകൈ എടുക്കുക എന്നുള്ളൊരു രീതി. ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അത് സ്വമേധയാ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യാനുള്ളൊരു കഴിവൊക്കെ എംപ്ലോയീസിനുണ്ട്, മാനേജേഴ്സിനുണ്ട്. അപ്പം അങ്ങനെ സ്വന്തമായിട്ടൊരു കാര്യം ചെയ്യുന്നതിന് പകരം ആ ഒരു പ്ലാനിനനുസരിച്ച് മാത്രം അങ്ങനെ പോകുന്ന ഒരു രീതി എംപ്ലോയീസിൻ്റെ ഇടയിൽ ഉണ്ടായി എന്ന് വരാം. അവരുടെ ആശയങ്ങൾ, ഇടയ്ക്കുണ്ടാകുന്ന പുതിയ പുതിയ ആശയങ്ങളൊന്നും ബിസിനസ്സിലേക്ക് വരാത്ത ഒരവസ്ഥ ഉണ്ടായേക്കാം. എവറി വൺ ഈസ് റിക്വയർഡ് ടു വർക്ക് ആസ് പെർ പ്ലാൻ. എല്ലാവരും പ്ലാൻ അനുസരിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. ദർ ഈസ് നോ റൂം ഫോർ ദ ആപ്ലിക്കേഷൻ ഓഫ് എ വർക്കേഴ്സ് സൗണ്ട് ഇനീഷ്യേറ്റീവ്. സ്വന്തം ആശയങ്ങൾ, സ്വന്തം ഐഡിയകൾ പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ കാണിക്കാൻ, അപ്ലൈ ചെയ്യാനുള്ള ഒരു അവസരം എവിടെയും അവർക്ക് ലഭിക്കുന്നില്ല. ഹി ഹാസ് ടു ആക്ട് ഇൻ എ മെക്കാനിക്കൽ വേ. ഒരു മെഷീന് പോലെ, ഒരു മെക്കാനിക്കൽ വേയിൽ നേരത്തെ സെറ്റ് ചെയ്തൊരു കാര്യത്തിനനുസരിച്ച് അങ്ങനെ പ്രവർത്തിച്ച് പോകേണ്ട ഒരവസ്ഥ എംപ്ലോയീസിന് പ്ലാനിങ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇറ്റ് എൻകറേജസ് എ ഫോൾസ് സെൻസ് ഓഫ് സെക്യൂരിറ്റി. ഒരു സെക്യൂരിറ്റിയെ സംബന്ധിച്ച് ഒരു തെറ്റായിട്ടുള്ള ഒരു ധാരണ ഇത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതായത് നമ്മൾ വളരെ സേഫ് ആണ് എന്നുള്ളൊരു തോന്നൽ, അത് തെറ്റായൊരു ധാരണയാണ്, അത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എവറി മാനേജർ തിങ്സ് ദാറ്റ് ഹി ഹാസ് ടു വർക്ക് അക്കോർഡിംഗ് ടു പ്ലാൻ. എല്ലാ മാനേജേഴ്സും ചിന്തിച്ച് പോവുകയാണ്, നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, പ്ലാൻ അനുസരിച്ച് അങ്ങനെ പോയാൽ മതിയാവും എന്നുള്ള ഒരു വളരെ സേഫ് മോഡലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളൊരു തോന്നൽ അവരിൽ ഉണ്ടാക്കിയേക്കാം. ടെക്നോളജിക്കൽ ചേഞ്ചസ്. The rate and nature of technology changes present difficulties in planning. അപ്പോൾ നമ്മൾ ഈ ടെക്നോളജി ചേഞ്ചസിലുണ്ടാകുന്ന അതിൻ്റെ റേറ്റ്, നേച്ചർ എല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പ്ലാനിങ്ങിൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ കൊണ്ടുവരുന്നുണ്ട്. ദ പ്ലാൻസ് ആർ പ്രിപ്പയർഡ് അണ്ടർ ദി എക്സിസ്റ്റിംഗ് ടെക്നോളജി. നിലവിലുള്ള ടെക്നോളജി അനുസരിച്ചാണ് നമ്മൾ പ്ലാൻ ഇപ്പം റെഡിയാക്കിയിട്ടുള്ളത്. when there is a change in technology, it has to face numerous problems. ടെക്നോളജിയിൽ ഒരു മാറ്റം ഉണ്ടാകുമ്പം അത് ഒരുപാട് പ്രോബ്ലംസ് ബിസിനസ്സിനകത്ത് കൊണ്ടുവരും. ഇറ്റ് റിസൾട്ട്സ് ഹയർ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ച് നിലവിലുള്ള ടെക്നോളജി മുഴുവൻ നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പം അത് പ്രൊഡക്ഷനകത്ത് ഉയർന്ന കോസ്റ്റ് കൊണ്ടുവരും. നമ്മൾ നേരത്തെ എക്കോണമി അത് കൊണ്ടുവരുന്നുണ്ടെന്ന് പറഞ്ഞെങ്കിൽ കൂടിയും ഇങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പം അത് പ്രൊഡക്ഷൻ കോസ്റ്റ് കൂട്ടാനുള്ള സാധ്യതയുണ്ട്. ദെൻ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. പ്ലാനിങ് ഈസ് ബേസ്ഡ് ഓൺ ഫ്യൂച്ചർ അസംഷൻസ് അബൌട്ട് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവയെ സംബന്ധിച്ചൊക്കെയുള്ള ഒരു ഫ്യൂച്ചർ അസംഷൻ, അതൊക്കെ എങ്ങനെ ആവാം ഭാവിയിൽ എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാക്കിയിട്ട് അതിന്മേലാണ് പ്ലാനിങ് നമ്മൾ ചെയ്യുന്നത്. ദർ ഈസ് എ ചാൻസ് ഓഫ് ചേഞ്ചസ് ഇൻ അസംഷൻ ഫ്യൂച്ചർ. ഈ അസംഷൻസ് ഒക്കെ എന്ത് ചെയ്യാം, ഭാവിയിൽ മാറിയെന്ന് വരാം. ജസ്റ്റ് അസംഷനാണ്,
അതുപോലെ തന്നെ ആവണമെന്നില്ല ഫ്യൂച്ചർ, അതിൽ മാറ്റങ്ങൾ വരാം. എക്സാമ്പിൾ ചേഞ്ചസ് ഇൻ ഡിമാൻഡ്, ഡിമാൻഡിലുള്ള നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ആവണമെന്നില്ല ഡിമാൻഡ് പോകുന്നത്, അത് മാറാം. നമ്മുടെ കൊറോണ സിറ്റുവേഷൻ തന്നെ ബെസ്റ്റ് എക്സാമ്പിളാണ് അല്ലേ. നമ്മൾ ആരെങ്കിലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ ഇങ്ങനത്തെ ഒരു സാഹചര്യം ആയിരിക്കും ഒരു അടുത്ത വർഷം അല്ലെങ്കിൽ അടുത്തൊരു പീരീഡിൽ വരിക എന്നുള്ളത്. അപ്പോൾ ചേഞ്ചസ് ഇൻ ഡിമാൻഡ്, ടെക്നോളജി, ഗവൺമെൻറ് പോളിസി തുടങ്ങിയവയെല്ലാം എക്സ്റ്റേണൽ ഫാക്ടേഴ്സാണ്. അതിനെക്കുറിച്ചുള്ള അസംഷനൊക്കെ ചിലപ്പം തെറ്റായി എന്ന് വരാം, അത് മാറി എന്ന് വരാം. ദ മാനേജ്മെൻറ്റ് ഡസിൻ ഹാവ് എനി കൺട്രോൾ ഓവർ ദീസ് ഫാക്ടേഴ്സ്. ഇതെല്ലാം എക്സ്റ്റേണൽ ആണ്, അതുകൊണ്ട് തന്നെ ഇതിന്മേലൊന്നും മാനേജ്മെൻറ്റിന് യാതൊരുവിധ കൺട്രോളും ഇല്ല. ദീസ് ഫാക്ടേഴ്സ് വിൽ അഫക്റ്റ് പ്ലാനിങ് പ്രോസസ്സ്. ഇത് പ്ലാനിങ് പ്രോസസ്സിനെ അഫക്റ്റ് ചെയ്തു എന്ന് വരാം, അല്ലെങ്കിൽ പ്ലാനിങ്ങിൻ്റെ ഗുണം നഷ്ടപ്പെടുത്തി എന്ന് വരാം. ലിമിറ്റേഷൻസ് ഓഫ് ഫോർകാസ്റ്റിംഗ്. പറഞ്ഞ പോലെ തന്നെ ഫോർകാസ്റ്റിങ്ങിന് അസംഷനെ ബേസ് ചെയ്തിട്ടാണ് ഇത് നടക്കുന്നത്. ആ ഒരു ഫോർകാസ്റ്റിംഗ് പ്രോപ്പർ അല്ല എങ്കിൽ അത് നമ്മുടെ പ്ലാനിങ്ങിനെ അഫക്റ്റ് ചെയ്യും. വി നോ ദാറ്റ് ഫ്യൂച്ചർ ഈസ് അൺസേർട്ടൺ. നമുക്കറിയാം ഫ്യൂച്ചർ അൺസേർട്ടൺ ആണെന്ന്. പ്ലാനിങ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഫോർകാസ്റ്റിംഗ് എ ഫ്യൂച്ചർ. ഫ്യൂച്ചറിനെ എങ്ങനെ ഫോർകാസ്റ്റ് ചെയ്യുന്നു, എങ്ങനെ നമ്മൾ അസ്യൂം ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചാണ് പ്ലാനിങ് ഇരിക്കുന്നത്. സോ ദ സക്സസ് ഓഫ് പ്ലാനിങ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മാനേജ്മെൻറ്റ്സ് എബിലിറ്റി ടു ഫോർകാസ്റ്റ് ഫ്യൂച്ചർ സിറ്റുവേഷൻസ്. അതുകൊണ്ട് തന്നെ ഒരു പ്ലാനിങ്ങിൻ്റെ വിജയം കിടക്കുന്നത് ഫ്യൂച്ചർ സിറ്റുവേഷനെ സംബന്ധിച്ച് ഫോർകാസ്റ്റ് ചെയ്യാനുള്ള മാനേജ്മെൻറ്റിൻ്റെ എബിലിറ്റിയെ ബേസ് ചെയ്തിട്ടാണ്. മാനേജർ എത്രത്തോളം ഇഫക്റ്റീവായിട്ട് പ്രെഡിക്റ്റ് ചെയ്യുന്നുവോ, ഫോർകാസ്റ്റ് ചെയ്യുന്നുവോ, അത്രത്തോളം ഇഫക്റ്റീവായിരിക്കും പ്ലാനിങ്. അതർവൈസ് അത് ഭയങ്കര നഷ്ടത്തിലായിരിക്കും കൊണ്ട് ചെന്നെത്തിക്കുക. ഈ ഫോർകാസ്റ്റ് ഈസ് ഫെയിലിയർ, പ്ലാൻസ് വിൽ ഓൾസോ ബി എ ഫെയിലിയർ. ഫോർകാസ്റ്റ് പിഴച്ചു കഴിഞ്ഞാൽ പ്ലാനും ഫെയിലിയറായി പോകും എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ആയിട്ടും ലിമിറ്റേഷൻസ് ആയിട്ടും നമുക്ക് പറയാനുള്ളത്. ബാക്കി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ ചർച്ച ചെയ്യാം. ടിൽ ദെൻ ബൈ.